ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാർവതി പൂജ ചെയ്തുകൊണ്ടിരുന്ന സമയം ജാസ്മിൻ ചെരുപ്പ് ധരിച്ച് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അത് കണ്ട് ദേഷ്യത്തോടെ പാർവതി ചെരുപ്പ് ഇവിടെ ഇടരുത് എന്ന് ജാസ്മിനോട് പറയുന്നുണ്ട്. എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാടി എന്ന് ചോദിച്ച് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ഈ സമയത്ത് സുശീൽ അവിടേക്ക് വരികയും അവരുടെ ബഹളത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാനും സമ്മതിക്കില്ലേ? ഇങ്ങനെയുണ്ടോ ഒരു ബഹളം? പാർവതിയുടെ സൗണ്ട് കുറച്ച് ഓവറായിരുന്നല്ലോ. എന്ത് പറ്റി ജാസ്മിൻ എന്ന് ജാസ്മിനോട് സുശീല ചോദിക്കുന്നു. ആൻറ്റി, ഈ ചെരുപ്പ് വെളിയിൽ കൊണ്ടുപോയിടാൻ ഇവളെന്നോട് ആജ്ഞാപിക്കുന്നു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സുശീല പറയുന്നു. ഇവളുടെ അഹങ്കാരം ഈ ഇടയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. ആജ്ഞാപിക്കാൻ നീ ആരാടി, ജഡ്ജിയോ? ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഈ സമയം പല്ലവി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു. അല്ലെങ്കിലുണ്ടല്ലോ ഇവളുടെയൊക്കെ ചീട്ട് കീറാൻ ഈ സുശീലയ്ക്ക് അധിക സമയം വേണ്ടി വരില്ല. എന്ത് കണ്ടിട്ടാടി ഈ നെഗളിക്കുന്നത്? അത് കേട്ട് പാർവതി ചോദിക്കുന്നു. അപ്പച്ചി എന്തിനാ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് വന്നത്? അവിടേക്ക് പ്രഭാവതിയും പ്രതാപനും ഗാർഗിയും എത്തി. എന്താ ചേച്ചി ഒരു ബഹളം? എന്താന്ന് വെച്ചാൽ പറയൂ ചേച്ചി എന്ന് പല്ലവി ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല പല്ലവി, നീ പോയി നിന്റെ കാര്യം നോക്കിയേ. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി കേട്ടോ, ചെല്ല് എന്ന് പറഞ്ഞ് പാർവതി പല്ലവിയെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു. എന്നാൽ പല്ലവി പോയില്ല. പ്രതാപൻ അത് കേട്ടിട്ട് പറയുന്നു. അത് ശരിയാണ്, നിന്റെ ചേച്ചി കാണിക്കുന്ന തോന്നിവാസങ്ങൾ കാണാതെ നീ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ നോക്ക് പല്ലവി. പ്രഭാവതി പറയുന്നു. പ്രതാപ, പാർവതി എന്ത് തോന്നിവാസം കാണിച്ചതാ നീ പറഞ്ഞു വരുന്നത്? അവൾ ഈ വീട്ടിലെ മരുമോളെ പോലെയാ പെരുമാറുന്നത്. അതിലെന്താ തെറ്റ്? അപ്പോൾ ഈ ജാസ്മിൻ ഈ വീട്ടിലെ മരുമകളാകാൻ പോകുന്ന അവളല്ലേ? അവൾക്കില്ലാത്ത എന്ത് പ്രിവിലേജ് പ്രഭേജി ഈ പാർവതി കണ്ടത് എന്ന് സുശീല പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു. ഈ ദുശീല ആൻറ്റി വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നല്ലൊരു ദിവസമായിട്ട് ലൈസൻസ് ഇല്ലാത്ത ആ നാവ് വായിലിട്ട് മിണ്ടാതിരുന്നൂടെ? ദേ ഗാർഗി, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരരുത്. എന്നോട് മിണ്ടരുതെന്ന് പറയാൻ നീ ആരാടി? ആദ്യം നീ നിന്റെ നാവടക്കാൻ നോക്ക്, അതാ നിനക്ക് നല്ലത് എന്ന് സുശീല പറയുന്നു. എന്റെ നല്ലതും ചീത്തയൊക്കെ എനിക്കറിയാം, അതിനാരും മാർക്കിടാൻ വരണ്ട. എവിടെ സുശീലാന്റെയും ജാസ്മിനുണ്ടോ അവിടെ കുത്തിതിരിപ്പുറപ്പാണ്. അത് പൂജയെന്നോ പൊങ്കാലയെന്നോ ഒരു വ്യത്യാസമില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതിയാ രണ്ടിന്റെയും എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പ്രഭാവതിയോട് ജാസ്മിൻ പറയുന്നു. കണ്ടില്ലേ ആന്റി, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗാർഗിയെ ഇൻസൾട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? ആന്റി എന്താ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്? പ്രഭാവതി പറയുന്നു. ശരി, ഞാൻ സംസാരിക്കാം. പാർവതി ഒരു കാരണവുമില്ലാതെ പ്രതികരിക്കില്ല. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. വീണ്ടും പ്രഭാവതി പറയുന്നു. നീ എന്തിനാ ജാസ്മിനെ വഴക്ക് പറഞ്ഞത്? പാർവതി പറയുന്നു. അത് പിന്നെ ആണ്ടുപൂജ നടക്കുന്ന സ്ഥലത്ത് ജാസ്മിൻ ചെരുപ്പിട്ടുകൊണ്ട് വന്നമേ. ഞാൻ ചെരുപ്പൂരി വെളിയിൽ കൊണ്ടിടാൻ പറഞ്ഞപ്പോൾ അവളത് കേട്ടില്ല. അതുകൊണ്ട് എനിക്ക് സ്വല്പം ഒച്ചയടിക്കേണ്ടി വന്നത്. പ്രഭാവതി ചോദിക്കുന്നു. പാർവതി പറഞ്ഞതിൽ എന്താ ജാസ്മിൻ തെറ്റ്? നീ എന്തിനാ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ചെരുപ്പ് ധരിച്ചുകൊണ്ട് വന്നത്? പഠിപ്പും വിവരമുള്ള നിനക്ക് അതാരും പറയാതെ അറിയില്ലേ ജാസ്മിൻ? സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? ചെരുപ്പ് വെളിയിലിട്ടിട്ട് വരൂ. എന്നാൽ പ്രഭാവതി ഇപ്പോൾ ഇങ്ങനെ പറയുന്ന ആരും വിചാരിച്ചില്ല. അതിശയത്തോടെയാണ് എല്ലാവരും കേട്ട് നിൽക്കുന്നത്. കൊണ്ടിടാൻ ഒന്നുകൂടി പറയുകയാണ് പ്രഭാവതി. അങ്ങനെ ജാസ്മിൻ ചെരുപ്പ് വെളിയിൽ ഇടാൻ പോകുന്നു. അവൾക്ക് കുറച്ച് ഇളക്കം കൂടുതലായിരുന്നു. വയറ് നിറച്ച് കിട്ടിയപ്പോൾ സമാധാനമായല്ലോ എന്ന് പല്ലവി ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്നു. ഇന്നിവിടെ എന്ത് പൂജയാണ് നടക്കുന്നത്? എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. പ്രഭാവതി പറയുന്നു. പല്ലവിയോട് ആരും പറഞ്ഞില്ലേ ഇന്ന് നടക്കാൻ പോകുന്ന പൂജയെക്കുറിച്ച്? പാർവതി, നീ എന്താ നിന്റെ അനിയത്തിയോട് പൂജയെ പറ്റി പറയാതിരുന്നത്? ജാസ്മിൻ ചെരുപ്പ് ഊരിയിട്ടിട്ട് അവിടേക്ക് വന്നു. പ്രതാപൻ പറയുന്നു. അറിഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞു തരാം. നിന്റെ ചേച്ചി ഗായത്രി ദേവിയുടെ ആത്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ പോവുകയാണ്. അതും 16 വർഷം മുമ്പേ മരിച്ചുപോയ ഗായത്രി ദേവിയുടെ. അത് നടന്നാലേ 8ാമത്തെ ലോകാത്ഭുതമാകും. അതുകൊണ്ട് ഗായത്രി ദേവി വന്നാൽ നീ വേണമെങ്കിൽ ഒരു സെൽഫി എടുത്ത് വെച്ചോളൂ. പ്രതാപ, പരിഹാസം വേണ്ട. ആര് പാർവതിയെ പരിഹസിച്ചാലും എനിക്ക് പാർവതി ഇപ്പോൾ വിശ്വാസമാണ്. അവള് ഗായത്രി ചേച്ചിയെ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കും, എനിക്കത് ഉറപ്പാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവളാണ് പാർവതി. കഴിഞ്ഞ തവണ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇത്തവണ ജീവൻ കൊടുത്തും നമ്മൾക്ക് എല്ലാവർക്കും ഗായത്രി ചേച്ചി അവൾ കാണിച്ചു തന്നിരിക്കും എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് പാർവതിയെ പറ്റി. ഇതൊന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സുശീല പറയുന്നു. ചേച്ചി എന്താ പറയുന്നതെന്ന് ചേച്ചിക്ക് വല്ല ബോധമുണ്ടോ? 16 വർഷം മുന്നേ മരിച്ചുപോയ ഗായത്രി ചേച്ചിയെ ഇവൾ പ്രത്യക്ഷപ്പെടുത്താൻ പോവുകയാണെന്നോ? അതും പൂജയൊക്കെ ചെയ്തിട്ട്. കൊള്ളാം. ഇതൊക്കെ തലയ്ക്ക് വെളിവുള്ളവർ ചെയ്യുന്ന കാര്യമാണോ? ചുമ്മാ ഭ്രാന്ത് പറയല്ലേ പ്രഭേച്ചി. ഇവളുടെ ഭ്രാന്ത് ചേച്ചിക്കും പകർന്നോ? സുശീലേച്ചി, അങ്ങനെയൊന്നും പാർവതിയെക്കുറിച്ച് പറയല്ലേ. അവളുടെ പൂജയും ദിവ്യദൃഷ്ടിയും പരിഹസിച്ചാൽ അവൾ അവളുടെ തൃക്കണ്ണ് തുറന്ന് നമ്മളെയൊക്കെ ഭസ്മമാക്കി കളയും എന്ന് പാർവതിയെ കളിയാക്കി പറയുകയാണ് പ്രതാപൻ. അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും കണ്ണുമടച്ച് വിശ്വസിച്ചേക്കണം ചേച്ചിയെ പോലെ എന്ന് പ്രതാപൻ പറയുന്നു. ഗാർഗി പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, പാർവതി ഇത്തരം കാര്യങ്ങൾ തമാശയ്ക്ക് പറയില്ല. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ നോക്കിക്കോ. പല്ലവി പാർവതിയോട് ചോദിക്കുന്നു. മുത്തശ്ശൻ പഠിപ്പിച്ചിരുന്ന ആ മന്ത്രത്തിൽ
ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി തന്നെയാണോ ചേച്ചി ആത്മാവിൻ്റെ ദർശനം സാധ്യമാക്കാൻ പോകുന്നത്? അത് വളരെ അപകടം പിടിച്ചതാ ചേച്ചി. ചേച്ചി താന്ത്രിക വിദ്യകൾ കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയൊരു പിഴവ് മതി വൻ ദുരന്തമുണ്ടാകാൻ. സുശീല പറയുന്നു. എന്താ ഇത്? ഇവിടെ നിൽക്കുന്ന ഞങ്ങളൊക്കെ മണ്ടികളാണെന്നാണോ ചേച്ചിയുടെയും അനിയത്തിയുടെയും വിചാരം? ചേച്ചി അങ്ങ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുവാണോ അനിയത്തി? അവളെ അങ്ങ് താഴോട്ട് ഇറക്കിയേക്കും. ആ സമയം വിശാൽ അവിടെ എത്തി. അതല്ലേ രസം സുശീലേച്ചി, അനിയത്തി ആത്മാവിനെ വിളിച്ചു വരുത്തിയാൽ വൻ ദുരന്തമുണ്ടാകുമെന്ന് പറയുന്നു. ചേച്ചി 16 വർഷം പഴക്കമുള്ള ആത്മാവിനെ വിളിച്ചു വരുത്താൻ പോകുന്നു. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓരോ അന്ധവിശ്വാസങ്ങളും കൊണ്ടുവന്നോളും രണ്ടുപേരും. പ്രഭാവതി പറയുന്നു. അങ്ങനെ പറയല്ലേ ജാസ്മിൻ, സയൻസിന് കണ്ടെത്താൻ സാധിക്കാത്ത രഹസ്യങ്ങൾ ഇപ്പോഴും ഈ പ്രപഞ്ചത്തിലില്ലേ? എനിക്ക് വിശ്വാസമുണ്ട് പാർവതിക്കത് സാധ്യമാകും. ഗായത്രി ചേച്ചി അവൾ കൊണ്ടുവന്നിരിക്കും. അതിനുവേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. പ്രവേശിക്ക് ഇത് എന്ത് പറ്റി? ഇനി ഗുളിക വലത് മാറി കഴിച്ചോ? ഈ പാർവതിക്ക് ഫുൾ സപ്പോർട്ടാണല്ലോ. ഇനി ഇതിന് പിന്നിൽ വല്ല ഹിഡൻ അറ്റൻഡ് വല്ലതുമുണ്ടോ എന്നൊക്കെ സുശീല മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ ഗാർഗി അത് തുറന്നു പറയുന്നു. ഇന്ന് എന്ത് പറ്റി? പാർവതിയെ വല്ലാണ്ട് പുകഴ്ത്തുന്നുണ്ടല്ലോ. ആ സ്നേഹവും കരുതലും കാണുമ്പോൾ എന്തോ കരഞ്ഞു നാറുന്നത് പോലെ ഒരു ഫീല്. ഇതാണ് കുഴപ്പം. നമ്മളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ സംശയിക്കും. ഒരു കാര്യം പറയാം, ന്യായം എവിടെ കണ്ടാലും ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതാപനും. പ്രഭാവതി പറയുന്നു. കേട്ടില്ലേ പാർവതി, നിന്റെ പുണ്യപ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്തതിന്റെ ശിക്ഷ എല്ലാവരും കൂടി എന്നെ പരിഹസിക്കുകയാണ്. ആരെന്നെ കളിയാക്കിയാലും ശരി, പ്രതാപൻ പറഞ്ഞതുപോലെ ഞാൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കൂ. നിനക്ക് ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. എനിക്കൊരു നിമിഷമെങ്കിലും ആ രൂപം ഒന്ന് കാണണം മോളെ. വിശാലം അതിനുവേണ്ടി കുറിച്ച് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ഈ സമയം പെട്ടെന്ന് പാർവതി ഒരു കാര്യം ആലോചിക്കുന്നു. വിശാൽ ഇങ്ങനെ അമ്മയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു മുറിയിൽ. ആ സമയത്ത് പാർവതി അവിടേക്ക് വന്നു. വിശാൽ സാർ അമ്മയുടെ ഓർമ്മകളിലാണെന്ന് തോന്നല്ലോ. ഞാൻ വന്നിട്ട് അറിഞ്ഞതേ ഇല്ലല്ലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു. ശരിയാണ് പാർവതി, ഒരു നിമിഷം ഞാൻ അമ്മയുടെ ഓർമ്മകളിൽ മുഴുകിപ്പോയി. പാർവതി പറയുന്നു. ഇന്ന് അമ്മയുടെ ആണ്ടാണ്. വിശാൽ സാറ് ഒറ്റ മോനാണ്. അതുകൊണ്ട് ആണ്ടുപൂജ കഴിയുന്നത് വരെ വ്രതത്തിലായിരിക്കാം. പക്ഷേ കാപ്പിയോ ചായയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. വേണ്ട പാർവതി, എന്തായാലും ആണ്ടുപൂജ കഴിയുന്നത് വരെ ഞാൻ ജലപാനം ചെയ്യില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേ പാർവതി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു. ഈ വ്രതം അവസാനിപ്പിക്കേണ്ടത് പൂജ കഴിഞ്ഞ് തരുന്ന പായസം കൊണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. വിശാൽ പറയുന്നു. പാർവതി, നീ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പച്ചവെള്ളം പോലും കുടിക്കാതെ വ്രതം എടുക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അത് കേട്ട് പാർവതി പറയുന്നു. എനിക്കിതിലെല്ലാം വിശ്വാസമുണ്ട് സാർ. അതുകൊണ്ടാണ് ഞാൻ വ്രതം എടുത്തത്. ദൈവമേയാണ് എൻ്റെ വഴികാട്ടി. പക്ഷേ സാറിൽ ഇതൊന്നും വിശ്വാസമില്ലല്ലോ. എന്നിട്ടും അമ്മയ്ക്ക് വേണ്ടി സാറ് വ്രതം എടുത്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് സന്തോഷമുണ്ട്. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയുകയാണ് വിശാൽ സാർ. എനിക്കൊരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സങ്കടം. വിശാൽ സാർ പുറത്ത് കാണിച്ചില്ലെങ്കിലും സാറിൻ്റെ ഈ സ്നേഹം ദേവമ്മയ്ക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയി. അതിന് ഭാഗ്യമില്ലാതെ സാറിനെ വേഗം വിട്ടു പോയി ദേവമ്മ. വിശാൽ പറയുന്നു. പാർവതി, പുറത്തുനിന്ന് കാണുന്നവർക്ക് വിശാൽ ഒരു കോടീശ്വരനാണ്. നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അവന് നല്ല ഫാമിലി ഉണ്ട്, നല്ല ബിസിനസ് ഉണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് ഞാനൊരു ദത്ത് പുത്രനാണ്. നീ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നു, പക്ഷേ നിന്റെ മനസ്സ് വളരെ സമ്പന്നമാണ്. നിന്റെ മനസ്സിൻ്റെ നന്മയാണ് ഇപ്പോൾ എനിക്ക് ആശ്വാസം. എൻ്റെ മനസ്സിനെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. എത്ര പണം കൊടുത്താലും ഈ ലോകത്ത് ആര് ശ്രമിച്ചാലും നടക്കാത്ത ഒരു കാര്യം നീ വിചാരിച്ചാൽ നടക്കും പാർവതി. നീ എനിക്ക് വേണ്ടി അത് ചെയ്യുമോ? പാർവതി പറയുന്നു. വിശാൽ സാറിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. ഞാൻ സാറിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വിശാൽ പറയുന്നു. കൈനീട്ടി നീ സത്യം ചെയ്യേ, എന്നിട്ട് ഞാൻ കാര്യം പറയാം. പാർവതി കരഞ്ഞുകൊണ്ട് പറയുന്നു. ഞാൻ സത്യം ചെയ്താൽ മാത്രമേ വിശാൽ സാർ എന്നോടത് പറയൂ അല്ലേ? വിശാൽ പറയുന്നു. അങ്ങനെയല്ല, എൻ്റെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ ചോദിച്ചത്. അങ്ങനെ വിശാലിന് സത്യം ചെയ്ത് കൊടുക്കുകയാണ് പാർവതി. സത്യം, സാറിന് വേണ്ടി എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പാർവതിയില്ല. ഇനിയെങ്കിലും പറയൂ സാർ, ഞാൻ സാറിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? വിശാൽ പറയുന്നു. കുട്ടിക്കാലത്ത് അമ്മ നഷ്ടപ്പെട്ട വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പാർവതി. ഞാൻ ഈ പറയുന്നതിൻ്റെ ഫീലിങ്സ് നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ലോകം എൻ്റെ അമ്മ മാത്രമാണ്. ബുദ്ധി ഉറക്കാത്ത സമയത്ത് എന്നെ അമ്മ തനിച്ചാക്കി പോയെന്നുള്ള സങ്കടത്തിൽ ഞാൻ അമ്മയെ ഒരുപാട് വെറുത്തിരുന്നു. ഗംഗയിൽ മുങ്ങിയാലും ആ പാപം എന്നെ വിട്ടു പോവില്ല. നീ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ നീ എൻ്റെ അമ്മയെ പ്രത്യക്ഷപ്പെടുത്താൻ ഒരു പൂജ നടത്തിയത്? ആ കാര്യം പാർവതി ആലോചിക്കുന്നു. നീ അന്ന് ചെയ്ത പൂജ കണ്ടപ്പോൾ പുറമെ ഞാൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും അതുവഴി ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു പാർവതി. പക്ഷേ ആ പൂജ ഫലം കണ്ടില്ല. കണ്ണാടി ഉടഞ്ഞുപോയി. അമ്മ വന്നില്ല. അന്നു മുതൽ ഞാൻ എൻ്റെ അമ്മയെ വീണ്ടും കാണാൻ കൊതിക്കുകയാണ്. 16 വർഷം കഴിഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ കാണാനുള്ള ആഗ്രഹം സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയൊന്ന് കാണിച്ചു തരണം. ഒരു നിമിഷത്തേക്ക് മതി. ആ പാദൽ തൊട്ട് മാപ്പ് പറയണം. എങ്കിലേ ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമാകൂ എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുകയാണ് വിശാൽ. അയ്യോ വിശാൽ സാർ, സാറിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാകും. ഈ മനസ്സിൻ്റെ നീറ്റിൽ എനിക്ക് മാത്രമേ മനസ്സിലാകൂ.
അമ്മയില്ലാതെ വളർന്ന വിശാൽ സാറിന്റെ ജീവിതം എനിക്ക് മനസ്സിലാകും. വിഷമിക്കാതിരിക്കെ. ഈ ആണ്ടുപൂജയ്ക്ക് ഞാൻ ദേവമ്മയെ വിശാൽ സാറിന് കാണിച്ചു തന്നിരിക്കും. ഇത് പാർവതിയുടെ വാക്കാണ് എന്ന് പാർവതി പറയുന്നു. വിശാൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയൊന്ന് കണ്ടിട്ട് ആ നിമിഷം ഞാൻ മരിച്ചു പോയാലും ഞാൻ ഹാപ്പി ആയിരിക്കും പാർവതി. പാർവതി പറയുന്നു, അയ്യോ അങ്ങനെ പറയല്ലേ സാർ, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ലഭിച്ചെന്ന് വരില്ല. എന്നാൽ കാലം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിൽ കൂടുതൽ സന്തോഷവും സമാധാനവും നമ്മളെ തേടിയെത്തും. മുത്തശ്ശൻ പറഞ്ഞു തന്നതാണ്. സാറ് വിഷമിക്കരുത്, സാറിൻ്റെ ആഗ്രഹം നടന്നിരിക്കും. അത്രയും പറഞ്ഞ് പാർവതി പോയി പുറത്തിറങ്ങി പൊട്ടിക്കരയുകയാണ്. അമ്മയുടെ മുഖത്തേക്ക് നോക്കി, അമ്മയുടെ ഫോട്ടോയുള്ള മുഖത്തേക്ക് നോക്കി ഇങ്ങനെ അതിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ് വിശാൽ. അന്ന് അവസാനമായിട്ട് വിശാലിന് ടാറ്റ പറഞ്ഞു പോയ ഗായത്രി അമ്മയെക്കുറിച്ചും വിശാൽ ആലോചിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പാർവതി ആലോചിച്ചതാണ്. പാർവതി പറയുന്നു, വിശാൽ സാറിന് വേണ്ടി ഞാനത് ചെയ്തിരിക്കും അമ്മേ. ദേവമ്മയെ കാണാനുള്ള ഭാഗ്യം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഈ പൂജയിൽ ദേവമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ദർശനം നൽകിയിരിക്കും. ഇതെന്റെ വാക്കാണ്. എന്നാൽ പല്ലവിക്ക് ടെൻഷൻ. ചേച്ചി എനിക്ക് വേണ്ട, എനിക്ക് പേടിയാകുന്നു. ഇത് വളരെ അപകടം പിടിച്ച പൂജയാണ്. മുത്തശ്ശിന്റെ അനുവാദമില്ലാതെ ആ മന്ത്രം ചൊല്ലരുത്. ചേച്ചി ഞാനാ പറയുന്നത്, ചേച്ചി ഇത് ചെയ്യരുതെന്നൊക്കെ പല്ലവി പറയുന്നു. ജാസ്മിൻ പറയുന്നു, അയ്യോ എന്താ ഇത്, ഞാൻ ഇതുവരെ കരുതിയതേ പാർവതിക്ക് മാത്രമാണ് ഭ്രാന്തെന്നാണ്. ഇതിപ്പോ എല്ലാവർക്കും ഭ്രാന്താണല്ലോ. ഇതെന്താ വീടോ അതോ മെന്റൽ ഹോസ്പിറ്റലോ? ഇവിടെ കുറച്ചു നേരം കൂടി നിന്നാൽ ഞാനും മുഴു ഭ്രാന്തിയാകും. അതുകൊണ്ട് ഞാൻ പോവുകയാണേ. സുശീലാൻറ്റി വരൂ, നമുക്ക് പോകാം. അങ്ങനെ രണ്ടുപേരും പോകുന്നു. ഈന ബീച്ചിക്ക് മരപ്പെട്ടി കൂടെന്ന് അവർ പോയതിനു ശേഷം ഗാർഗി പറയുന്നു, കുത്തിത്തിരിപ്പ് ടീം 2 പോയി. ഇനി നമുക്ക് സ്വസ്ഥതയോടെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതേ സമയം ശേഖറും അവിടെ വന്നു. വാ പാർവതി, നമുക്ക് പൂമാലയും വിഗ്രഹവും എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ഗാർഗിയും പാർവതിയും പല്ലവിയും പോകുന്നു. ശേഷം പ്രഭാവതിയും പ്രതാപനും മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ടുപിറകിൽ ശേഖർ നിൽക്കുന്നത് അവർ കാണുന്നില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.